അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഇന്നോവ സർവീസിന് കൊടുക്കാൻ വേണ്ടി വന്നിട്ടാണേ ഉള്ളത്. ഫ്രണ്ടിൽ നിന്ന് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടു. അങ്ങനെ ഒരു കോലത്തിലാണ് വണ്ടി ഉള്ളത്. അങ്ങനെ കാറ് സർവീസിന് കൊടുത്തിട്ട് ഞാൻ പയ്യാമ്പലത്തേക്ക് ഇങ്ങനെ നടക്കുകയാണേ. മുന്നിലുള്ളത് പാർക്കാണേ പയ്യാമ്പലത്തെ. ഈ സൈഡിലുള്ളത് അസറ്റ് ഹോമിന്റെ ബിൽഡിങ്, ഇത് പാർക്ക്. അപ്പോൾ അതുവഴി ഞാനിങ്ങനെ പ്രഭാത സവാരി, അതായത് രാവിലെ ഒരു 9:30-9:45 സമയത്താണേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പയ്യാമ്പലത്താണ് നമ്മൾ കാറ് സർവീസിന് കൊടുത്തിട്ടുള്ളത്. അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ പയ്യാമ്പലത്തേക്ക് നടക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണേ. ഞാൻ വരുമ്പോഴേക്കും പയ്യാമ്പലത്തെ രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഏകദേശം 9:45 സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പയ്യാമ്പലത്തെ ശാന്തി തീരം, അതിന്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. കുറെ മഹാരഥന്മാരൊക്കെ അന്തിയുറങ്ങുന്ന മണ്ണാണേ അത്. അങ്ങനെ പയ്യാമ്പലത്തേക്ക് എത്തി. മുൻപിൽ തന്നെ വാണിംഗ് ബോർഡ് ഉണ്ട്. കുറെ ചേച്ചിമാർ അവിടെ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ. ഇവിടെ നമ്മുടെ ലൈഫ് ഗാർഡിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പയ്യാമ്പലത്ത് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടുന്ന് തിരമാലയൊക്കെ നോക്കി നിന്നു. അപ്പോൾ ഇതാ അവിടെ എൻട്രൻസിൽ തന്നെ കാണുന്ന ഇതാണ് ഉസ്മാനിക്കാന്റെ പയ്യാമ്പലം കച്ച് കട. ഇതാണ് ഉസ്മാനിക്കാന്റെ പയ്യാമ്പലം കച്ച്. ഇതാണ് ഉസ്മാനിക്ക. മൂപ്പർ 10 വർഷത്തിൽ മുകളിലായ ഇവിടെ കച്ചവടം നടത്തുന്നത്. മൂപ്പറായിരുന്നു ആദ്യത്തെ പയ്യാമ്പലത്തെ കച്ചവടക്കാരൻ. അതായത് ഇവിടെ മറ്റുള്ളവരൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള കച്ചവടമാണ് ഇത്. ബാക്കി ഇപ്പൊ കാണുന്നവരൊക്കെ പയ്യാമ്പലം വാക്പേയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം തുടങ്ങിയ കടകളാണ്. അതിനു മുമ്പേ ഉസ്മാനിക്കാന്റെ കച്ചകടയുണ്ട്. ചെറുതിലെ നമ്മളൊക്കെ ഇവിടുന്ന് ഉപ്പിലിട്ടതൊക്കെ വാങ്ങുന്ന ഒരു സ്ഥലമാണ്. ഞാൻ രാവിലെ തന്നെ ഒരു കാപ്പി വാങ്ങി. അതിനുശേഷം ഒരു മുട്ട ഓംലേറ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ്സിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് 2 മുട്ടയാണ് ഇത്. എന്നിട്ട് പാന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ ചുറ്റിച്ച് എടുക്കണം. പിന്നെ ഉസ്മാനിക്കാന്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് വൃത്തി കൂടുതലുള്ള കടയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുപ്പി സോഡ കാര്യങ്ങളൊന്നും പുള്ളി ഉപയോഗിക്കുകയില്ല. ബോട്ടിൽഡ് സോഡ മാത്രമേ പുള്ളി ഉപയോഗിക്കാറുള്ളൂ. കുപ്പി സോഡ ഉപയോഗിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് കുപ്പി സോഡേന്റെ ആ ബക്ക് നമ്മൾ വായിൽ വെച്ച് കുടിക്കുന്ന ഭാഗത്ത് കുറെ കച്ചറ അടങ്ങിയിട്ടുണ്ടാവുന്നതാണ് ഉസ്മാനിക്കാന്റെ ഒരു നിരീക്ഷണം. ശരിയാണ്, ഞാനും പല സ്ഥലത്തുനിന്നും കുപ്പി സോഡ കുടിക്കുമ്പോൾ കണ്ട ഒരു കാര്യമാണ്. ആ ബക്കിന്റെ അവിടെ കുറെ കച്ചറ ഉണ്ടാവും. അതായിരിക്കും ജനങ്ങളെ വയറ്റിലേക്ക് എത്തുക എന്നാണ് ഉസ്മാനിക്ക പറഞ്ഞത്. അതുകൊണ്ട് കുപ്പി സോഡ ഉസ്മാനിക്ക ഉപയോഗിക്കാറേ ഇല്ല എന്ന് പറഞ്ഞു. എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും നല്ല വൃത്തിക്ക് കൊടുക്കുക, അതാണ് ഉസ്മാനിക്കാന്റെ പോളിസി. അപ്പൊ അതിൻ്റെ ഇടക്ക് നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനി ഒരു പ്ലേറ്റിലേക്ക് ഇതാ ചെറിയൊരു പേപ്പർ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അത് നമ്മുടെ കയ്യിലോട്ടിങ് തരും. അപ്പം ഒരു കാപ്പിക്കും ഈ ഡബിൾ മുട്ട ഉപയോഗിച്ചിട്ട് ആക്കിയ ബ്രെഡ് ഓംലെറ്റിനും കൂടിയിട്ട് ആയത് 70 രൂപയാണ്. അപ്പൊ ഇതാണ് പയ്യാമ്പലം കച്ചുകട. കുറെ ഉപ്പിലിട്ട കാര്യങ്ങളും മുറുക്കും കച്ചും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാവുക. പിന്നെ ചെറുകടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉസ്മാനിക്കാന്റെ കടയിലെ വിശേഷങ്ങൾ. അപ്പൊ അവിടുന്ന് ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളെ പയ്യാമ്പലം വാക്ക്വേയിലോട്ട് കുറച്ച് ദൂരം നടന്നിട്ടൊക്കെയാണ് തിരിച്ചു പോയത്. അങ്ങനെ കുറച്ച് സമയം പയ്യാമ്പലത്തൊക്കെ നടക്കുമ്പോഴേക്കും കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പാണ് ഒരു അപകടമൊക്കെ ഉണ്ടായത്. ഏതായാലും വെള്ളത്തിൽ ഇറങ്ങുന്നവർ സൂക്ഷിക്കണം. അപ്പോൾ ഇതാണ് പയ്യാമ്പലത്തുള്ള ക്വാളിറ്റി കാർ വാഷ്. ഇവിടെയാണ് ഞാൻ കാറ് കഴുകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഉണ്ടായത്. അങ്ങനെ കുറച്ച് സമയം കൂടി നടക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇനി ഇപ്പുറത്തെ ഭാഗത്തേക്ക് നടക്കാന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ലയൺസ് ക്ലബിന്റെ ഭാഗത്തേക്ക്. ഇതാണ് കണ്ണൂരിലുള്ള ലയൺസ് ക്ലബ്ബ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്, എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കണ്ടേന്നും അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. പണ്ട് മുതലേ ഇങ്ങനെ ചെറുതിലേ ഇങ്ങനെ ഓട്ടോറിക്ഷയിലും ഇതിലേ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണും ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതെന്താ ഇവിടെ പ്രവർത്തനം എന്നോ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്കറിയില്ലേ. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വീടുണ്ട്. ഇതാണ് ദ ഗാർഡൻസ് എന്നാണ് അതിന്റെ പേര്. മൊത്തം പേര് പോലെ തന്നെ ഗാർഡനായി മാറിയിട്ടുണ്ട്. അതിന്റെ ഇടക്ക് വീടുണ്ടേ. ഈ വീട് ആരുടെ എന്താണെന്നൊന്നും അറിയില്ല. ഇടക്ക് പുല്ലൊക്കെ നീങ്ങിയിട്ട് കാണാം, ഇടക്ക് ഫുൾ കാട് പിടിച്ചിട്ട് കാണാം. അതിന്റെ ഇടക്ക് ഒരു തറവാട് വീട് പോലത്തെ ഒരു വീടുണ്ട്. ഇതാണേ കണ്ണൂരിലെ സൈവായ് ഹോട്ടൽ, സൈവായ്സ് ബാറ്, ബിയർ പാർലർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. വീണ്ടും ഞാൻ തിരിച്ച് ദ ഗാർഡൻസ് വഴി ലയൺസ് ക്ലബിന്റെ മുമ്പിലൂട്ട കാർ ഷോറൂമിന്റെ അടുത്തേക്കുള്ള നടത്താന്നേ.
രാവിലെ തന്നെ കാറ് കഴുകാൻ കൊടുത്തുകൊണ്ട് എൻ്റെ രാവിലത്തെ ആ ഒരു മോർണിംഗ് വാക്കും കൂടി ഇന്ന് നടന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചെറുതിലെ ഈ വഴി ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഈ ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ പണ്ട് പല സിനിമയിലും ഈ സുകുമാരി അങ്ങനെയുള്ള കൂട്ടരൊക്കെ ഭയങ്കര റിച്ച് ലേഡി ആയിട്ട് അഭിനയിക്കുന്ന സിനിമകളൊക്കെ ഇല്ലേ, ഈ ക്ലബിലൊക്കെ പോയി വന്ന് ബള്ളടിച്ചിട്ട് വന്നിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരാറുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ ശ്രമിച്ചിട്ടുമില്ല, അറിയാൻ നോക്കിയിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ കാറൊക്കെ ഇവർ അടിപൊളി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ നമ്മുടെ കാർ സർവീസിന് കൊടുത്ത സ്ഥലം ക്വാളിറ്റി കാർ വാഷ് പയ്യാമ്പലം ഉർസുലിൻ സ്കൂളിൻ്റെ തൊട്ടടുത്ത്. തിരിച്ചങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിൽ റൊട്ടി എന്നൊക്കെയാണ് ഇതിന് പല സ്ഥലത്തും പറയാം. അപ്പോൾ റൊട്ടിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയാണ്. അതും കൂടി കഴിച്ചിട്ടാണ് ഇന്നത്തെ ഭക്ഷണം അവസാനിപ്പിച്ചത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.